തക്കുഴ ഓണം 2.0 ഈസ് കമ്മിങ്. ഓക്കെ, ഗ്യാപ്പ് എടുത്തപ്പോ എല്ലാരും വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മള് മറ്റേ എല്ലാം ഇതാക്കി ഒതുങ്ങിപ്പോയെന്നാണ്. അല്ല, നമ്മളൊരു ഡെവലപ്പറിനെ ഹയർ ചെയ്തു ആൻഡ് ആ ഡെവലപ്പറിനെ വെച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് രായനായിരുന്നു ഇത്രയും ദിവസം അതിന്റെ പുറകില്. ആൻഡ് ഓണപ്പരിപാടി നമ്മൾ കംപ്ലീറ്റ്ലി അടിപൊളിയായിട്ട് നടത്താൻ പോവാണ് നമ്മുടെ സിറ്റിയിൽ. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ഫയൽസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഇതാക്കിയിട്ട് ഇപ്പോൾ ഒരാഴ്ച മുമ്പേ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ഇതാക്കി കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ ഓണപ്പരിപാടി ഈ വട്ടം നമ്മൾ നടത്താൻ പോണ്. കഴിഞ്ഞ വട്ടത്തെ പോലെയല്ല, നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് തുടങ്ങാൻ പോണ്. നമുക്ക് തിരുവോണം വരുന്നത് 15-ാം തീയതിയാണ്. അപ്പോൾ അതിനു മുമ്പ് ഏത് ദിവസമാണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നിപ്പോ എത്രയായി? 12 സർവർ നടത്താൻ ഉദ്ദേശിക്കുന്നത് 18-ാം തീയതിയാണ്. 18-ാം തീയതിയാണോ? 18-ാം തീയതി. എല്ലാരും നാളെ ഒന്നാവണം, മറ്റന്നാളെ ഇത്. അപ്പൊ എല്ലാരും തിരക്കായിട്ടാണ് നിക്കണെന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 18-ാം തീയതി നടത്താം ഗൈസ്. അല്ല, ഞാൻ ഇവിടെ ചാറ്റിലൂടെ എല്ലായിടത്തും പറയട്ടോ കേട്ടോ. ഒരു സെക്കൻഡ്, നിങ്ങൾ സംസാരിക്കും ഗൈസ്. നമുക്ക് 18-ാം തീയതി നടത്താം. അപ്പൊ 18-ാം തീയതി സെറ്റ് ആക്കാം. കുഴപ്പമില്ല, നമുക്ക് എന്താ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഉണ്ടാക്കി തരാം. എനിക്കും കിട്ടോ. നേരെ ഇങ്ങോട്ട് പോരാ. എല്ലാ TV മെമ്പേഴ്സിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു എന്റെ വീട്ടിലോട്ട്, ഹെവനിലോട്ട്. വിളിച്ചെങ്കിൽ പോലും കാര്യമായിട്ട് വരും. അല്ല, പക്ഷെ ബാബു ഈ തിരുവോണത്തിന്റെ അന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്നാണ് നോർമലി പറയാറുള്ളത് കേട്ടാ. ഇല്ല, എനിക്ക് അങ്ങനെ എന്റെ വീട് മുകളിൽ വീട് അല്ലാത്തവരൊക്കെ എച്ചുകളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു വഴഞ്ചലുണ്ട്. അങ്ങനെ ഒരു അല്ല, എനിക്കതിൽ വിശ്വാസം ഇല്ല. നിനക്ക് വിശ്വാസം കുഴപ്പമൊന്നുമില്ല. ഞാൻ വീട്ടിലോട്ടാവും. ഗ്യാങ് വണ്ടിയുടെ കാര്യം അതുകൂടെ പറഞ്ഞടാ. ഗ്യാങ് വണ്ടിയുടെ ഇതിന്റെ അപ്ഡേറ്റ്. വണ്ടിയുടെ കേസ് തിരുവോണത്തിനൊന്ന് സ്വന്തം വീട്ടിൽ നിന്നല്ലേ നിങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ല? നടത്തുന്നതാണ്. ഇപ്പൊ വണ്ടി ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അല്ലടാ, വണ്ടി എല്ലാം ഹാൻഡ്ലിങ്ങും എപ്പോഴും കൊറോണ വണ്ടിയുടെ മോഡല് കിടിലാക്കിയിട്ട് ഹാൻഡിലിങ് ഇല്ല. പക്ഷെ ഇത് രണ്ടും സെറ്റായിട്ടാണ് ഇറക്കണത്. അല്ലെ, എപ്പോഴും അല്ല എപ്പോഴും വർക്ക് ഇല്ല എന്നാണ് എല്ലാരും കംപ്ലൈന്റ് പറയണം, മനസ്സിലായി വരുമ്പോ. പക്ഷെ ഇപ്പൊ സെറ്റായിട്ടായിരിക്കും ഇറക്കുന്നത്. ഇനി ഇറങ്ങാൻ പോകുന്ന സ്വന്തം വീട്ടിൽ നിന്ന് ഫുഡ് അതിപ്പോ ലീക്കായിട്ട് കിടക്കണമെന്ന്. നമ്മുടെ 10,000 രൂപ ഗോഡ്സില്ല, അതിന് അതേ വില ഉണ്ടെണ്ണ. അതിനെ കാട്ടിൽ വിലയുണ്ട്, അതിനെ കാട്ടിൽ വിലയുണ്ട്. ആര് ചോദിച്ചാലും കൊടുത്തില്ല. മൊബൈൽ സെർവറിലാണ് ഇരിക്കാനുള്ളത്. കണ്ണാമ്പിയൊക്കെ മറ്റേ മൊബൈൽ സെർവറിന്റെ ഇന്റഗ്രേറ്റഡ് വീഡിയോസ് ഒക്കെ ചെയ്യാറുള്ള പയ്യനാണ്. കണ്ണാപ്പി പ്രൊമോട്ട് ചെയ്യുന്നത്. കണ്ണാപ്പി മറ്റേ പ്രൊമോഷൻ ഒക്കെയാണ് ഇപ്പം, സെർവർ പ്രൊമോഷൻ ഒക്കെ ഇപ്പം മൊബൈൽ. കണ്ണാപ്പി ഞാൻ ഒരു കാര്യം പറയാം, പ്രൊമോഷൻ ചെയ്യുന്നത് കൊള്ളാം. പിള്ളേരെ പറ്റിച്ചാൽ അടിച്ച് മോന്താൻ തിരിക്കില്ല. അതല്ല പറഞ്ഞത്, മൊബൈലില് ഈ PCRP മൊബൈലിൽ കളിക്കുന്നത് ഭയങ്കര ഡിഫറൻസാ. അത് പറഞ്ഞു തരാം. അല്ലാതെ ഇവിടെ കളിക്കുന്ന പോലെ അവിടെ പോയി കളിക്കാന്ന് പറഞ്ഞ് പിള്ളേരെ പറ്റിച്ചായിട്ടോ അടിച്ച് തിരിക്കില്ല. ബോബാണ് പുതിയ പ്രൊമോഷൻ എക്സ്പേർട്ട്. ഞാൻ ഇടയ്ക്ക് ഗ്രൂപ്പിൽ ഓരോരുത്തന്മാര് വന്ന് പറയണത് ഞാനാണ് കേട്ടോണ്ടിരുന്നത്. അവന്റെ കൂടെ 1.5 മണിക്കൂർ തർക്കത്തിന് ശേഷമാണ് ഞാൻ ഈ ലൈവ് തുടങ്ങിയത്. പയ്യൻ കോടതി പോണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ. നീ എന്താ വെച്ചാൽ ഡീൽ ചെയ്തോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ആൻഡ് തമാശക്ക് തമാശ. വേറെ ഒരു കാര്യം, ഈ തമാശ ആക്ടിവിറ്റിയിൽ കാണിച്ചില്ലെങ്കിൽ തിരിച്ച് ആ ഒരു ഇതും എന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകത്തില്ല.
ഉറപ്പാണ്. അതിലൊരു സംശയം വേണ്ട. എപ്പോഴും പറയണത് പോലല്ല കണ്ണാപ്പി. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ രാവിലെ എവിടെയെങ്കിലും പോവാണെങ്കിൽ അപ്ഡേറ്റ് തരാതെ ഇനി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബെല്ലാരി കണ്ണാപ്പിന്ന് ഇട്ട് നടക്കേണ്ട വരും. ഇല്ല ഞാൻ ഇനി ഫുൾ ടൈം ഇവിടെ തന്നെ ഫുൾ ടൈം സിറ്റിയിൽ ആക്റ്റീവ് ആയിരിക്കും. എല്ലാരും ഇത് തന്നെ പറയാം. ഫുൾ കൊച്ചിയിലോ കണ്ണാപ്പിനോട് സത്യം പറഞ്ഞാൽ പറയണം. അവൻ പക്ഷേ സത്യം പറഞ്ഞാൽ ആക്റ്റീവ് ആണ്. കണ്ണാപ്പി ഏറ്റവും ആക്റ്റീവ് ആകുമ്പോഴാണ് ഏറ്റവും നമുക്ക് തലവേദന പറഞ്ഞത്. അപ്പൊ കണ്ണാപ്പി ആക്റ്റീവ് അല്ല ഞാൻ എല്ലാ സിറ്റുവേഷൻ ഞാൻ ഒരു സിറ്റുവേഷൻ വള്ളിയുടെ കാര്യം പറഞ്ഞില്ല കേട്ടോ. വള്ളിയുടെ കാര്യം പറഞ്ഞില്ല. വള്ളിയുടെ അനാവശ്യ വള്ളി ദയവ് ചെയ്ത് എടുക്കാതിരിക്കുക. പിന്നെ ചോദിക്കാൻ വരൂല. പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് കണ്ടവന്മാരെ സജഷൻ വേണ്ട. ആരൊക്കെയാണ് ആ വള്ളി എടുക്കുന്നതെന്നുള്ള കണ്ടവന്മാരെ എനിക്ക് സജഷൻ വേണ്ട. ഞാനായിട്ട് കണ്ടുപിടിച്ചോളാം. ഇപ്പൊ ലീഡറായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പൊ എനിക്കറിയാം ഗ്യാങ്ങിനെ എന്തൊക്കെ തീരുമാനിക്കണം, ആരൊക്കെയാണ് ഇത് എടുക്കുന്നതെന്ന് എനിക്കറിയാം. തല കയറാൻ വരുന്നു. എന്താ ഷോർട്സ് ഇടണമായിരുന്നു? പുതിയ ഷോർട്സ് ഇടണോ നിനക്ക്? പുതിയ ഷോർട്സ് ഇടണോ? ഞാൻ ഇങ്ങനെ കുനിഞ്ഞു നിന്നായിരുന്നു. ഷോർട്സ് ഇടുകയാണെങ്കിൽ ഒരു കുറച്ച് നേരത്തേക്കിന് ഷോർട്സ് ഒന്നും പറഞ്ഞ എന്റെ അടുത്തും കാണാൻ വന്നാ വെച്ച് ഞാൻ കീറിത്തരും. ഞാൻ ഉള്ള കാര്യം അപ്പൊ ഒരു കാര്യം പറയണ്ട. എടാ ഒരു മിനിറ്റ് അണ്ണാ, ഇവിടത്തെ സിസ്റ്റം കുറച്ച് മാറിയിട്ടുണ്ട്. അതായത് 2-3 ഗണ്ണുകൾ വന്നിട്ടുണ്ട്. അത് ബ്ലാക്ക് മണി കൊടുത്തിട്ടാണ് മേടിക്കേണ്ടത്. അറിയാലോ, ഗ്രോസയും പിന്നെ അതും. പിന്നെ അതേപോലെ തന്നെ ഷീൽഡ് മാറുന്നുണ്ട്. സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്ത് തന്നെ എടുക്കും. അതായത് പ്ലാന്റ് നട്ട് മനസ്സിലാവും. ഇനി തൊട്ട് വാറിന് പോണവര് സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്ത സാധനങ്ങൾ കയ്യിൽ വെച്ചേക്കണം. അതായത് കൊക്കേന് അത് പഴയ പോലെ ഇതാക്കാൻ പോകുന്നു. ഇപ്പം നമ്മള് കുടിക്കുന്ന കഷായവും ഇതൊക്കെ മാറിയിട്ട് പഴയ പോലെ മറ്റേ തുളസിയും പിന്നെ വേറെ എന്താടാ അങ്ങനെ എന്നുള്ള രീതി ആവുന്നുണ്ട്. അത് പക്ഷെ നമ്മളെ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അല്ലാതെ മേടിക്കാൻ കിട്ടില്ല. ടർഫിനെ പറ്റി എന്താ? ടർഫ് എന്നോട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നേ? അത് ഒന്നും പറഞ്ഞില്ല. ടർഫ് ഇതുവരെ വന്നില്ലല്ലോ. ഇതായില്ലല്ലോ ഇവിടെ. വന്നില്ല. അല്ല ടർഫ് നോക്കിയിരിക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ചന്ദ്ര, ടർഫ് വന്നാല് ഈ പറയുന്ന ഡെയിലി ഉള്ള അടിയും വാറും ഒക്കെ ഉണ്ടല്ലോ, അതങ്ങ് കുറഞ്ഞു കിട്ടൂടാ. സീരിയസ് ആയിട്ട് ഞാൻ പറയാം. കാരണം 2-3 ദിവസം പ്രാക്ടീസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ഗാങ്സും ഇരിക്കും. ഈ ടർഫ് വന്നാൽ തന്നെ ഈ സിറ്റിയിലെ പകുതി അടി കുറയും. അത് ഞാൻ ഉറപ്പ് പറയാം. നമുക്ക് മറ്റേ നോർമൽ വാറിനുള്ള സമയമില്ല. അതിന് ആ സമയത്ത് നമ്മൾ എന്തോരം ടർഫുകളൊക്കെ പ്ലാൻ ചെയ്ത് കളിക്കുമ്പോൾ അല്ലെങ്കിൽ അത് സ്പെക്ക് ചെയ്തിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ സുഖം വേറെയാണ്. സത്യം പറയാമല്ലോ. അത് അടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണേലും ഡിഫെൻഡ് ചെയ്ത് കിട്ടുന്ന സന്തോഷമാണേലും എന്തായാലും എനിക്ക് ബാക്കി ഈ മറ്റേ ടോക്സിക് വാറിന് എന്തായാലും കിട്ടുന്നില്ല. അത് വന്നാൽ അത്രേ ഉള്ളൂ. എന്ത് സന്തോഷം. അപ്പൊ അത് എത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്ന കാര്യം പറയാം. നമുക്ക് അവരോട് അടുത്തൂടെ പറയണം. അത് എത്രയും പെട്ടെന്ന് വരട്ടെ. നമുക്ക് ഇനി അങ്ങനത്തെ രീതിയിൽ കൊണ്ടുപോയാൽ മതി. ആൻഡ് ഈ ഓണപരിപാടി നമുക്ക് അടിപൊളിയാക്കണം. അതാണ് നമ്മുടെ ഓണത്തിന് എന്തൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി ബാബുവിനെ ക്ഷണിച്ചോളുന്നു. ബാബു വരൂ. ഫസ്റ്റ് വന്ന് മട്ടൻ ബിരിയാണി എന്നൊക്കെ പറയണല്ലേ. എനിക്ക് ഇവിടെ കുറച്ച് ഈ ഗ്രൗണ്ട് കുറച്ച് സ്ഥലം വേണം. ഇവിടെ കുറച്ച് സ്ഥലം വേണം പറയാൻ വേണ്ടിട്ട്. വാസന മാറിക്കണോ? ഇല്ല മുകളിൽ നിന്നോട്ട്. ആ സ്ഥലം കുഴപ്പമില്ല. നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറണം. ഇവിടെ സ്ഥലം വേണം. അല്ല തർക്കിക്കുകയാണെങ്കിൽ എന്താ ഞങ്ങള് ഇവിടെ. ഒന്ന് കാര്യങ്ങളൊന്ന് പറയുമോ? ഓക്കെ മാറി. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നമ്മള് ഇത്തവണ ഡക്കുടു ഓണം 2K25 അല്ല 24 ഓക്കെ ഓണം 2K24 നമ്മള് വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വടംവലി. എക്സ്ക്ലൂസീവ് ആൻഡ് വെറൈറ്റി പരിപാടി. സൂപ്പർ. ഓക്കെ ഞാൻ പറയാൻ വേണ്ടി ഇത്തവണ ബുളിക്കളി ഉള്ളതായിരിക്കും. അപ്പൊ ബുളിക്കളിക്ക് വേണ്ടിയിട്ട് പട്ടിയുടെ ഇൻസിലുള്ള ജർമ്മൻ കണ്ണാപ്പി പിന്നെ അല്ല നമുക്ക് ഈ വടംവലിക്ക് കുറച്ച് വലിയ ആൾക്കാർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. വടംവളി ഇതൊക്കെയാണോ നടത്താൻ പോണ പരിപാടി?
സ്പെഷ്യൽ പരിപാടിയാണ്. ഇത് മാത്രമല്ലാതെ നല്ല കാണാൻ കൊള്ളാതെ ഗിളി പോലത്തെ പെമ്പിളാര് കളിക്കാൻ പറ്റിയ തുമ്പിട്ടുള്ള വടംവലി ഓട്ടത്തുള്ളത് അല്ല ഓട്ടത്തുള്ളതല്ല തിരുവാതിര ഉണ്ടായിരിക്കുന്നതാണ്. ഈ അവരൊക്കെയാണോ? അല്ല പിള്ളേരില്ല, അതാണ് പ്രശ്നം. പെമ്പിളല്ലേ കളിക്കുന്നതിന്റെ അച്ഛൻ വരുമോ പിന്നെ തിരുവാതിര കളിക്കാൻ? സിറ്റിയിൽ പെമ്പിളാരില്ലേ? ഇല്ല. അതെന്താ? അടിയും പിടിയൊക്കെ പെമ്പിളൊക്കെ ഓടി. അതിന് ഞാൻ ഒരു പടി കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും മൂന്ന് പേരായിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് പെമ്പിള്ളാരെ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. അതെ, അത് ഞാൻ പറഞ്ഞോളാം. അത് പെണ്ണുങ്ങളെ കൊണ്ടുവരുന്ന കാര്യം ഇപ്പൊ അത് തൽക്കാലം പറയണം. വേറെ പരിപാടികൾ സെറ്റ് ചെയ്തോ, ബാക്കി നമുക്ക് സെറ്റ് ചെയ്തോളാം. ബാക്കി പെമ്പിളെ ഞാൻ കൊണ്ടുതരാം. ഓക്കെ സെറ്റ്. അടുത്തത് വള്ളംകളി. വള്ളം കളി ഉണ്ട്. വള്ളം കളിക്ക് നല്ല നീണ്ട ചുണ്ടൻ വള്ളം കൊണ്ടുവരുന്നുണ്ട്. അങ്ങ് നോർത്ത് അമേരിക്കന്ന് ചുണ്ടൻ വള്ളം നല്ല ചുണ്ടൻ വള്ളം നോർത്ത് അമേരിക്കന്ന് കൊണ്ടുവരുന്നുണ്ട്. സാധാരണ കോമൺ ആയിട്ട് വള്ളംകളി നടക്കുന്ന നോർത്ത് അമേരിക്കയിലാണല്ലോ. പിന്നെ എല്ലാവർക്കും ഉണ്ടാവുള്ള ഡ്രസ് മുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ നേരെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും. ഒരു അടിപൊളി ഡ്രസ് വേണം കേട്ടോ, നല്ലൊരു ഡ്രസ്. എല്ലാവർക്കും ഉള്ള ഒരു കോംബോ ഡ്രസ് വേണം കേട്ടോ. ഒരു കോംബോ ഡ്രസ് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ പകുതിയിൽ ഇങ്ങനെ പുലിയുടെ പടം അല്ലെങ്കിൽ പരണ്ടിന്റെ പടം ഒരു ഷർട്ടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പകുതി വെള്ളയിലെ ബ്ലാക്കില് പരുന്ന് വേണ്ട. ഞാനും വിചാരിച്ചു വരുന്ന എരണം കെട്ട പുലിക്കളി ഉള്ളതല്ലേ പുലിമടി. എന്താ ട്യൂട്ടോറിയൽസ് വിളിക്കുമ്പോ പുള്ളിയുടെ ചാറ്റിലുണ്ടല്ലോ ബ്രോ. നമ്മള് ഫണ്ണ് പറയല്ല, നമ്മളിവിടെ ഇവന്റിന്റെ ഡിസ്കഷനാ. ഫണ്ണ് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ബ്രോ നീ പോ. ഇതേത് കൊത്താണെന്നറിയോ? തിക്കിള തിക്കിള തിത്താങ്കിള തക തിക്കിള തിക്കിളാങ്കിള തിക്ക തിക്കാങ്കിള ആണ് ഏത് കൊത്താന്നറിയോ? പുള്ളി ചാറ്റിലുണ്ട് ഇവിടെ. പുള്ളി അവിടെ ഫാൻബോയാണ് ആണല്ലേ? എന്തിനാ പറഞ്ഞത്? ഓ ഞാൻ എല്ലാ ദിവസവും കാണും. അങ്ങനെയാണെ ഓക്കെ. ഓ പിന്നല്ലേ അപ്പൊ അത്രയാണ് നമ്മള് പരിപാടികളൊക്കെ നമ്മള് അതേപോലെ തന്നെ ഡാൻസ് പരിപാടി, അതായത് പാട്ട്, അതൊക്കെ നമ്മളെ സ്റ്റേജ് പണിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെമ്പേഴ്സിന്റെ എല്ലാം വേണം. അതായത് സ്കിറ്റ്, നാടകം, പിന്നെ ഡാൻസ്, ഇതൊക്കെ നമ്മളെ പിള്ളേരെ ആക്ടിവിറ്റി ചെയ്യണം. ജൂൺ ബീഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ഏരിയ ഇല്ല. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നമ്മുടെ അടുത്ത് തന്നെ പറയണം. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഒരു കഴിവില്ലാത്തവനാണെങ്കിൽ അന്നത്തെ ദിവസം നെഞ്ചിൽ ബോർഡ്, കഴിവില്ലാത്തവൻ ബോർഡ് ഇട്ട് നമ്മൾ വിടും. എന്തെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം കമ്പൽസറി. ഒരു ഡാൻസോ പാട്ടോ തിരുവാതിരയോ വള്ളംകളിയോ മറ്റേ അണ്ടിവലിയോ എന്തെങ്കിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പാർട്ടിസിപ്പേഷൻ ഈസ് മസ്റ്റ് കേട്ടാ. അപ്പൊ അത് ചെയ്യണം. ഒരു നാടകം, ഞാൻ ഈ വട്ടം ബോബിന്റെ ഒക്കെ ഒരു നല്ല നാടകം പ്രതീക്ഷിക്കുന്നുണ്ട്. ബോബ്, കണ്ണാപ്പി, ഇവരുടെയൊക്കെ ഒരു നല്ല നാടകം. എന്റെ വാസന നാളെ സ്റ്റേഷനിൽ സറണ്ടർ ആവുന്നില്ലേ? സെൻട്രൽ ജയിലിൽ കേട്ടിരിക്കുകയാണ് ബോബ്. ഇല്ല നാളെ സെൻട്രൽ സെൻട്രൽ ജയിലിൽ നാടകമാണ്. എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം. എടാ നമ്മുടെ എനിക്ക് ഇത് പറയുമ്പോ തന്നെ ആദ്യം നമ്മൾ ജോക്കി ഓർമ്മ വരുന്നത് നമ്മുടെ കഴിഞ്ഞിടത്ത് ലോട്ടറിയും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അണ്ണൂനെ മാവേലി ആക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ഓൾറെഡി ആണല്ലോ. നമ്മുടെ ഓണം ബമ്പറും കൂടെ ഒന്ന് സെറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ ഓണം ബമ്പർ വേറെ ആരും എടുക്കുന്ന എടുത്തില്ലല്ലോ. ഓക്കെ. അപ്പൊ ഓണം ബമ്പറും കൂടെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഓൾ ഗുഡ്. അല്ല ഓണം മെമ്പറൊക്കെ അത് സിറ്റിയുള്ള ആൾക്കാരൊക്കെ മൊത്തത്തില് സദ്യയൊക്കെ സർപ്രൈസ് ആണ് കേട്ടോ. അത് നമ്മൾ പടയില്ല തിരുമണി. ഓക്കെ. അപ്പൊ ബാക്കി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാൻ പറ്റി പറയാനുണ്ടോ? സദ്യക്ക് ബീഫ് ഉണ്ട്.
ഇപ്പൊ ഇതെല്ലാം നടക്കുന്നത് 18-ാം തീയതി ആണ്. അപ്പം ഇപ്പോഴേ ഡേറ്റ് പറയുകയാണെങ്കിൽ 18-ാം തീയതി വൈകുന്നേരം ഉച്ച ആകുമ്പോഴത്തേക്കിനും പട്ടിയുടെ പേരെടുപ്പ് കല്യാണം നിങ്ങളും പറഞ്ഞ് ആരെങ്കിലും പോയാൽ അടിച്ച് തിരിക്കും ഞാൻ. 18-ആണ് ഡേറ്റ്. 18. ഓണം കഴിഞ്ഞിട്ടുള്ളതാണ്. എല്ലാരും ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം, മറ്റേ ബാത്ത് സെറ്റ് സെലക്ട് പിന്നെ ചെയ്യാം. തന്നെ തുടങ്ങിക്കോ നിങ്ങളെ പരിപാടികളൊക്കെ പരിപാടികളൊക്കെ തുടങ്ങി ഇപ്പോഴേ തുടങ്ങി. ആദ്യത്തെ പേര് കൊടുക്കണ്ടേ? എടാ ബെല്ലാരി ഉണ്ട്, നിങ്ങളും ഉണ്ട്, പിന്നെ അന്തിരിലെ പിള്ളേരും ഉണ്ട്. രണ്ട് പേര് പേര് ഗ്രൂപ്പിലെ കിട്ടാതെ നാളെ നമ്മള് നോട്ടീസ് അടിച്ചു കൊടുക്കണം പബ്ലിക്കില്. നോട്ടീസ് നാളെ അടിച്ചു കൊടുക്കും. എന്തൊക്കെ പരിപാടി ഉണ്ടെന്നുള്ള രീതി നടക്കും. നാളെ നോട്ടീസ് കൊടുക്കും. ടിവിയുടെ പരിപാടിയുണ്ട്, അതല്ലാതെ പരിപാടിയുണ്ട്. രണ്ട് ഇതായിട്ടായിരിക്കും നടക്കണം. മനസ്സിലായോ? ഓ സെറ്റ് സെറ്റ് സെറ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ പരിപാടി നടക്കുന്നു അത് പുറത്ത് വേറെ സ്ഥലത്ത് ബാക്കിയുള്ളവർക്കും കൂടി കളിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ വട്ടത്തെ ഓണം നയിക്കുന്നത്. നമുക്ക് മാത്രമല്ല സിറ്റിയില് താല്പര്യമുള്ള എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുറത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? നമ്മളെല്ലാരും കൂടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ലാഷസ് ആവുന്നതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് രണ്ടായിട്ട്. ആ ഡേറ്റിനുള്ള ഇതിന്റെ ഒക്കെ റെഡി ആവൂ ആ സമയം എന്തോന്ന് PL-ന്റെ അടിച്ചു പോക്കൊക്കെ റെഡി ആവും. വില്ലെന്താ സ്ഥലം?